ഹായ് ഓൾ, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗനരാഗം സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം. സരയു അമ്മയെക്കുറിച്ച് പറയുകയാണ്. അതെന്ന് പറഞ്ഞാൽ അമ്മ കൊച്ചു കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നത്, അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല എന്നൊക്കെയാണ് മനുവിനോട് പറയുന്നത്. ഇനി ആ ബകാസുരൻ സരയുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണൂ എന്ന് മനു ആലോചിക്കുകയാണ് അവിടെ നിന്നിട്ട്. ആണെങ്കിൽ അവർ എന്നോട് സ്നേഹം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. മൊത്തത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണ്. അപ്പോഴാണ് സരയു കണ്ടത് മനു എന്തോ ചിന്തിച്ച് നിൽക്കുന്നത്. അപ്പോൾ സരയു ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്താ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അത് അല്ല, അമ്മയ്ക്ക് അച്ഛൻ്റെ പോക്കിൽ വലിയ വിഷമം കാണും. എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മയും കൊണ്ട് ഇവിടെ നിന്ന് പോകാമോളൂ. അത് ഞാനല്ലല്ലോ തടസ്സം, കൊണ്ടുപോകേണ്ടത് മനുവേട്ടൻ തന്നെയല്ലേ. മനുവേട്ടനല്ലേ കൊണ്ടുപോകാത്തത്. അത് അവിടെയുള്ള ബിസിനസ്സൊക്കെ ഡള്ളായപ്പോഴാണ് സ്റ്റാഫിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇനി അവരെയൊക്കെ നമുക്ക് തിരിച്ചയച്ചിട്ട് നമുക്ക് പോകാമോളൂ, മനസ്സിലായോ എന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. പിന്നെ കാണിക്കുന്നത് സരയുവിൻ്റെ അച്ഛനെയാണ്. അപ്പോൾ അവിടേക്ക് മനു വരികയാണ്. മനു വന്നിട്ട് വിളിക്കുന്നു, ഹലോ ഏയ് എന്ന് വിളിക്കുകയാണ്. അളിയ എന്നാണ് അവൻ വിളിച്ചത്. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, നീ എന്താ വിളിച്ചേ? അളിയാന്ന്. ഇനിയിപ്പോൾ അത് മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് അസുര എന്ന് വിളിക്കാം. അപ്പോൾ അവർ പറയാണ്, ഞാനല്ലടാ അസുരൻ, നീയാണ് അസുരൻ. അപ്പോൾ അത് കേട്ടപ്പോൾ മനു പറയാണ്, നമ്മൾ രണ്ടുപേരും അസുരന്മാരാ. പിന്നെ നിങ്ങളെ ഭാര്യയ്ക്ക് എന്താ പറ്റിയത്? ശാരിക്ക് അവർ മൊത്തത്തിൽ വിഷമിച്ച് നടക്കുകയാണല്ലോ. ഇനി അമ്മായി അച്ഛൻ എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് പറയണമെന്നുണ്ട്. എനിക്കുമുണ്ട് പറയണമെന്ന്. അവരുടെ സ്വന്തം മോള് അവരുടെ സ്വന്തമല്ലാന്ന്. അല്ല, ഇനി അതിനെപ്പറ്റി വല്ലതും അറിഞ്ഞു കാണുമോ? അതാണോ ഈ മാറ്റം? ഇനി അതിനെപ്പറ്റി വല്ല സൂചനയും കൊടുത്തോ? എന്നെ നിങ്ങൾ ചതിക്കാത്തിടത്തോളം കാലം ഞാനത് ചെയ്യില്ല. പിന്നെ ഷാരി എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യ ഡസ്പാകണമെങ്കിൽ അതിന് പ്രധാനമായും 2 കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, ഞാൻ ഫ്രോഡാണെന്ന് അവർ അറിയണം. അല്ലെങ്കിൽ സരയു അവരുടെ മകളല്ല എന്ന് അവർ അറിയണം. ഈ 2ൽ ഏതോ ഒന്ന് അവരുടെ മനസ്സിൽ കിടന്നുകൂടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ രാഹുൽ പറയാണ്, നീ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ വിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു. ഞാൻ പോയിട്ട് വേണമായിരിക്കും അയൽക്കാരനെ വിളിച്ച് മോളെ കെട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ അവൻ കല്യാണിയെയും കളഞ്ഞിട്ട് നിങ്ങളുടെ മോളെ പിന്നാലെ വരില്ല. കല്യാണിയെ കൊന്നാലും ശരി, നിങ്ങളെ മോൾക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം നിങ്ങളുടെ മകളാണ് കിരൺ ഏറ്റവും വെറുക്കുന്നയാൾ. അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്തോളാം. നീ എൻ്റെ മോളെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി. ഇതൊരു കുടുക്കാണളിയ. ഇനി നിങ്ങൾ പോയിട്ട് സത്യം പറഞ്ഞാലും അവളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ തെളിവ് നിരത്തി എന്നെ കെണിയിലാക്കാൻ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. അതിനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കില്ല. പിന്നെ മനു പറയാണ്, എന്തായാലും പരസ്പര ധാരണയോടുകൂടി പോയാൽ നമുക്ക് 2 പേർക്കും രക്ഷപ്പെടാം. ഞാൻ ഒരിടത്തും കടിച്ചു നോങ്ങി നിൽക്കാറില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ വേറൊരിടത്ത് പോകുന്നതാണ് എൻ്റെ പതിവ്, അതും സ്നേഹത്തോടെ. എന്തോ ഇവിടെ മാത്രം അത് പറ്റിയില്ല. ഞാൻ പിടിക്കപ്പെട്ടു. പക്ഷേ എന്നെ തിരിച്ചറിയേണ്ടവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണിപ്പോഴും എൻ്റെ ഫലം. മനു പറയാണ്, എനിക്ക് തരാനുള്ളത് തന്നിട്ട് എത്രയും പെട്ടെന്ന് എന്നെ ഒഴിവാക്കാൻ നോക്ക്. പിന്നെ എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ഞാനെന്ന വ്യക്തിയെ നിങ്ങളെ മോള് ഒരിക്കലും കാണില്ല. എൻ്റെ സാഹചര്യം മൊത്തം നിനക്ക് മനസ്സിലായല്ലോ. രൂപ ഇനി കാശ് തരുമെന്ന് തോന്നുന്നില്ല. അപ്പം മനു, തന്നില്ലെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും എൻ്റെ ബാധ്യത തീർക്കണം. ബാധ്യതയോ? അതെ, നിങ്ങളെ മോളെ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തില്ലേ? അതിനെനിക്കൊരു പാരിതോഷികം തന്നു വിട്ടേ പറ്റൂ. രാഹുൽ പറയാണ് മനുവിനോട്, നാണം ഇല്ലടാ നിനക്ക്. നാണമില്ലാത്ത നന്ദിയില്ലാത്തവനോടൊക്കെ ഇത് തന്നെ വേണം. സാധാരണ മാന്യന്മാരായ ആൾക്കാരെയാണ് ഞാൻ പറ്റിക്കാറ്. ഇതാദ്യമായിട്ടാ ഒരു ഭൂലോക ഫ്രോഡിനെ ഞാൻ പറ്റിക്കുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെ ഭാര്യ വിളറി പിടിച്ച് നടക്കുക. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കോ. അവർക്ക് ഭ്രാന്ത് വരാൻ പാകത്തിന് ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ മിക്കവാറും ഷോക്ക് കൊടുക്കേണ്ടി വരുന്നത് അവർക്കായിരിക്കും. അതും പറഞ്ഞ് മനു പോയി. അപ്പോൾ രാഹുൽ അവിടെ തന്നെ നിന്നുകൊണ്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ക്ഷേത്രത്തിൽ മണിയടിക്കുകയാണ്. ഷാരി അവിടെ വന്ന് നിന്നിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് സങ്കടത്തോടെ. ഇന്നത്തെ ദിവസം എനിക്ക് തിരിച്ചടിയാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ദേവി. എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ നടത്തിക്കോളാം.
ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമസ്ത അപരാധവും പുറത്ത് കാത്തു രക്ഷിക്കണേ. പിന്നെ ഷാരി ഇത് അറിയാനുള്ള ആവേശത്തോടു കൂടി പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിനിടെ ചിന്തിക്കുകയാണ്, ഈശ്വര, ഞാൻ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കല്ലേ. ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരുടെ മകള് തന്നെയാണല്ലോ അല്ലേ? നിങ്ങൾ തന്ന മുടിനാരിഴ ഞാൻ തമ്മിൽ നല്ലോണം പരിശോധിച്ചു. അപ്പോൾ നോക്കുമ്പോൾ രണ്ടും തീരെ സാമ്യമില്ല. അത് കേട്ടപ്പോഴേ ഷാരി ഷോക്കടിച്ചതുപോലെയായി. നിങ്ങളുടെ കൂട്ടുകാരിയുടെ മകളല്ല ഈ പെൺകുട്ടി. നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഫ്രണ്ടായിരിക്കാം, ചിലപ്പോൾ ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം. അല്ല സാർ, ഞാനല്ല. എന്തു തന്നെയാണെങ്കിലും ശരി, അവർ തമ്മിൽ ഒരമ്മ മകൾ ബന്ധമില്ല. ആ കുട്ടി മറ്റാരുടെയോ മകളാ. ഇനിയിപ്പോൾ അവകാശികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കേസും വഴക്കും ഒന്നും ആക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഷാരിക്ക് വിഷമായി. ഇല്ല, ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല. നിങ്ങളെന്തിനാ ഇങ്ങനെ ഇമോഷണലാവുന്നത്? നിങ്ങളെ മട്ടും ഭാവവും കണ്ടിട്ട് നിങ്ങളെ മകളെ തിരക്കാൻ വന്നതാണെന്ന് തോന്നുന്നല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. അയ്യോ, അങ്ങനെ ആരോട് പറയല്ലേ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യം തന്നെയാ. എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ ഫ്രണ്ട്. അതുകൊണ്ട് ഈ വാർത്ത ചെന്ന് പറയുമ്പോൾ അവളുടെ സങ്കടം എത്രയായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ കാണുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഇമോഷണലായത്. ഇനിയിപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ പെൺകുട്ടി അവരുടെ മകൾ തന്നെയാണെന്ന് പറയുന്നതാണ് നല്ലത്. വെറുതെ എന്തിനാ തലവേദന ഉണ്ടാക്കുന്നത്? ഇനി പിരിയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം കുട്ടിയെ സ്നേഹിച്ച് വളർത്തുന്നവർ തന്നെയാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും. ഭഗവാന്റെ കാര്യം പോലും അങ്ങനെയല്ലേ. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയത് അബദ്ധമാണെന്നേ ഞാൻ പറയൂ. അപ്പോൾ ശരി, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു. ഷാരിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. എന്നിട്ട് വണ്ടിയുടെ അടുത്തേക്ക് എങ്ങനെയോ നടന്നു വന്ന് ആ ഡ്രൈവറോട് പറയാണ്, സാർ, എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന്. ചോദിക്കുകയാണ്, ഹോസ്പിറ്റലിൽ പോകണോ മേഡോ? ഒന്നും വേണ്ട. വല്ലാത്ത വിഷമത്തോടെ എങ്ങനെയോ അവർ വണ്ടിക്കകത്ത് കയറിയിരുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു സ്ത്രീ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഷാരി വണ്ടിയിൽ നിന്നും അവരെ കാണുന്നുണ്ട്. അപ്പോൾ വണ്ടി നിർത്തി എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിക്കുകയാണ്. എന്നിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് പറയാണ്, എൻ്റെ മോളല്ലെന്ന് ഞാൻ അറിഞ്ഞു. ഇനി അറിയേണ്ടത് ഇവരുടെ മകളാണോ എന്നാണ്. കൃത്യസമയത്ത് ഇവളെൻ്റെ മുന്നിലെത്തിയത് സത്യം തിരിച്ചറിയാൻ വേണ്ടിയാ എന്ന് പറഞ്ഞ് അവരുടെ തലയൊക്കെ പിടിച്ച് കുലുക്കുകയാണ് ഷാരി. ഇവരുടെ മുടിനാരിഴ മതി എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നു, എന്താണ് ഇതെന്ന്. എന്താണോ? നീ ഏത് നേരവും എൻ്റെ കുടുംബത്തെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേടി. അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ എനിക്ക് തീരാത്ത ദേഷ്യമാണ്. ഇനി നീ പോയിക്കോ എന്ന് പറഞ്ഞ് അവരെ വിട്ടയച്ചു. അവിടെ നിന്നെ മേലിൽ എൻ്റെ പടിക്കകത്ത് കയറിപ്പോകരുത്. എൻ്റെ മോള് നിന്നെ കണ്ടാൽ വെട്ടിക്കീറി കഷ്ണങ്ങളാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള അവസരം നീയായിട്ടുണ്ടാക്കണ്ട. അവർ എന്തൊക്കെയോ ആക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് അത് എൻ്റെ മോളാണെന്നാണ്. അപ്പോൾ അവർ പറയാണ്, ഷാരി പറയാണ്, അത് നിൻ്റെ മോളെന്നോ? കൊന്നുകളഞ്ഞാ നിന്നെ. സംസാരശേഷിയില്ലാത്ത അവർ അവരുടെ മകൾ തന്നെയാണെന്നാണ് പറയുന്നത്. വീണ്ടും ഷാരി തല പിടിച്ച് കുലുക്കി ഇടങ്ങാറാക്കിയതിൻ്റെ ഇടയിൽ മുടിനാരിഴ കിട്ടി. എന്നിട്ട് പറയാണ്, ഏതായാലും മുടിനാരിഴ കിട്ടി. ഇനി അത് കള്ളാണോ സത്യമാണോ എന്നറിയാൻ എളുപ്പാ. അങ്ങനെ അറിഞ്ഞാൽ എൻ്റെ മോള് അവളുടെ മോളാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ അയാളെ കൊല്ലുക വേണ്ടത്. അതായത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവനെ. ചന്ദ്രസേനനുമായിട്ടാണ് അവൾക്ക് അടുപ്പം എന്ന് പറഞ്ഞിട്ട് അയാളാണോ? അയാളുമായിട്ടാണ് അടുപ്പമെങ്കിൽ പിന്നെ അയാൾ എൻ്റെ ഭർത്താവല്ല, തനി ഭ്രാന്തൻ തന്നെയാ. പെണ്ണിൻ്റെ പിന്നാലെ മോഹിച്ചു നടക്കുന്നവൻ, അവനെ പിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇനി അയാളുടെ മുടിനാരിഴ പോലും പോയി എടുത്തു കൊടുക്കണം. എന്നിട്ട് പിന്നെ സരയു അയാളുടെയും ആ പോയവളുടെയും മോളാണെങ്കിൽ ഉറപ്പിക്കാം അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണെങ്കിൽ ഞാനാണ് പുറംപോക്ക് എന്ന് ഉറപ്പിക്കാം. വീണ്ടും ഷാരി വളരെയധികം വിഷമിച്ച് സങ്കടത്തോടെ വന്ന് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ ചോദിക്കുകയാണ്, എങ്ങോട്ടേക്കാണ് മാഡം പോകേണ്ടത്? അപ്പം ഡ്രൈവറോട് ചൂടായിട്ട് പറയുകയാണ്, നിനക്ക് തോന്നുന്നിടത്ത് എങ്ങോട്ടെങ്കിലും പോ എന്ന്. അതെങ്ങനെയാണ് മാഡം ശരിയാവുന്നേ? വീട്ടിലേക്ക് വിട്, എൻ്റെ മനസ്സ് ശരിയല്ല. അപ്പോൾ ഷാരി വീട്ടിലെത്തി. വീട്ടിൻ്റെ സ്റ്റെപ്പ് കയറിയില്ല, സ്റ്റെപ്പിൻ്റെ മുകളിൽ തന്നെ ഇരുന്നിട്ടാണുള്ളത്. അപ്പോൾ ഷാരി കയറി ഉള്ളിലേക്ക് പോകുന്നതിനിടയിൽ സരയു മേലെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ സരയു മേലെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഷാരി കയറി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടേ നടക്കുകയാണ്. അതായത് പറഞ്ഞാൽ, എന്നിട്ട് സരയു ചോദിക്കുകയാണ്, എന്താ അമ്മ എന്നെ ഇങ്ങനെ തന്നെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അമ്മ അമ്പലത്തിൽ പോയിട്ട് ആൻറ്റിയുടെ അടുത്ത് പോയോ? ഇല്ല. അവരുടെ മനസ്സാകെ തളർന്നിരിക്കുകയാണല്ലോ. എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നുമില്ല. ഒന്നുമില്ല മോളെ, മൊത്തത്തിൽ നമുക്ക് തിരിച്ചടിയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ദൈവങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് കുറച്ചുകൂടി സ്വഭാവങ്ങൾ നന്നാക്കാൻ വേണ്ടി പറയുക. അപ്പോൾ സറിയൂ, അപ്പോൾ അമ്മയുടെ സ്വഭാവം നല്ലതല്ലെന്ന് അമ്മയ്ക്ക് തന്നെ തോന്നി തുടങ്ങി. നമ്മുടെ ആരുടെയും സ്വഭാവം ശരിയല്ല മോളെ. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. നമ്മൾ അങ്ങനെ നിരാശയിൽ വീണു കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നല്ലോ, ആൻറ്റി ഇപ്പോൾ കാണിക്കുന്നത് നാടകമായിരുന്നു എന്ന്. ഇനി അത് വല്ലതും അറിഞ്ഞിട്ടാണോ അമ്മയ്ക്ക് ഈ മാറ്റം? ശരിക്കും ആൻറ്റി നമ്മളെയൊക്കെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? അതേപ്പറ്റി കൃത്യമായിട്ട് അറിയത്തില്ല മോളെ. അത് അറിഞ്ഞെങ്കിൽ ആദ്യം മോളോടല്ലേ പറയൂ. പക്ഷേ അമ്മ അവിടെ പോയപ്പോഴാണ് അമ്മയ്ക്ക് ഈ മാറ്റം ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ സത്യങ്ങൾ അമ്മ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. ഒന്നും അറിഞ്ഞിട്ടില്ല മോളെ. അവിടെ വെച്ച് അഭിനയമാണെങ്കിലും ചന്ദ്രസേനനും മക്കളും ആ കല്യാണി എന്ന് പറയുന്നവളും അടിച്ചു പൊളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു മനപ്രയാസം തോന്നി. അത് സത്യം. പ്രത്യേകിച്ചും അവൾക്ക് അവാർഡും റിവാർഡും ഒക്കെ കിട്ടിയതിന് ശേഷം ആഘോഷങ്ങളൊക്കെ സഹിക്കാൻ വയ്യ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ശാരി പറയാണ്. പിന്നെ മോളുടെ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ തലവേദന ഇപ്പോൾ. അച്ഛൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോഴും ഇങ്ങനെയല്ലായിരുന്നല്ലോ. എന്നാലും ചന്ദ്രസേനനെ പുറത്താക്കിയിട്ട് അങ്ങേര് അധികാരം സ്ഥാപിച്ച വീടല്ലേ അത്. അവിടെ ഇപ്പോൾ അങ്ങേര് ആരും അല്ലാത്തായില്ലേ. എല്ലാം ആൻറ്റിയുടെ അഭിനയമാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. നമുക്ക് അങ്ങോട്ടും പോവാലോ. ഇപ്പം നാടകം കളിച്ചത് സീരിയസ് ആണോ ആയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് അച്ഛൻ തയ്യാറാക്കി കഴിഞ്ഞു. അത് ആൻറ്റിയോട് പറഞ്ഞും കഴിഞ്ഞു. സ്നേഹിച്ച് മക്കളും മരുമക്കളും അറിയാതെ ഒരു ദിവസം അയാളെ കൊല്ലണം, ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ. അതാണ് അച്ഛൻ മനസ്സിൽ കണ്ട ആൻറ്റിക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ നാടകത്തിൻ്റെ അവസാനം. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അതും പറഞ്ഞ് ശാരി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.